ഹലോ. അപ്പോൾ നമുക്കിത് ചെയ്താലോ? ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഗ്രോസ്ഗർ റിബണാണ് കേട്ടോ. 1 ഇഞ്ച് നീളത്തിലുള്ളത്. പിന്നെ നമ്മുടെ ഫോം ഫ്ലവർ, അത് പോയിട്ട് നമ്മുടെ ചെറിയ 2 ഫ്ലവർ. ഇനി അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ എടുത്തിരിക്കുന്നത് 24 ടു 28 വരെ നമുക്ക് ലെങ്ത് എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് മടക്കിയെടുക്കണം. സെൻറ്ററിൽ ഈക്വലായിട്ട് വരണം. ഈ ഒരു ഫോൾഡിംഗ് ആണ് നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ ഇതുപോലെ നമുക്ക് ഒരു പോർഷനും കൂടെ വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നാണ് കാണിക്കുന്നത്, ഇതുപോലെ ഒന്നും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ 24 ടു 28 വരെയുള്ള 2 സെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി ചെയ്തെടുക്കണം. ആദ്യത്തെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. വളരെ എളുപ്പമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഹെയർ ബോ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് ടൈ ചെയ്യുന്നത് കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു മടക്കി എടുക്കുന്ന ആ ഫോൾഡിങ്ങിനൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നോക്കി ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് വളരെ വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോ ബോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്ലവറൊക്കെ കൊടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ റിയൽ ആയിട്ടുള്ളൊരു ഒരു ഭംഗി വരുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 4 സൈഡിലേക്ക് ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ 2 പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒന്ന് ടൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ടൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ കുറച്ചുകൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്നത്. ഇത് ഗ്രോസ്ഗർ റിബണിലല്ല, സാധാ റിബണിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യുക. ടൈ ചെയ്തതിന് ശേഷം നമ്മൾ അവസാനം ഒരു ടൈ കൊടുത്തതിന് ശേഷം ടൈ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക. ഇത് ബാലൻസ് വരുന്നത് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്താലും ത്രെഡ് പുറത്തോട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ്. ഇനി ഇത് കഴിഞ്ഞ ശേഷം സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. സാറ്റിൻ റിബൺ, ഇത് സാറ്റിനല്ല റിബൺ, ഗ്രോസ്ഗർ റിബൺ എൻ്റെ കയ്യിൽ ചെറുതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് സൈഡ് ഉരുക്കിയെടുത്തു. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. കണ്ടോ? ഇനി ഇത് ബാക്കിലോട്ട് ഫെൽറ്റ് ഷീറ്റ് ഇല്ലാതെയാണ് ഹെയർ ക്ലിപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ഇല്ലാതെ ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. അത് കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. അതിനുശേഷം ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഞാൻ ഒട്ടിച്ചില്ല. ഡയറക്റ്റ് ഞാൻ നമ്മുടെ റിബണിൽ എന്ത് വെച്ചു, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് പ്രസ് ചെയ്ത് വെച്ചു. ഇനി അതൊന്ന് ഡ്രൈ ആവട്ടെ, കാരണം അല്ലാതെ അവിടെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഗ്ലൂ ആവും. അതിനുശേഷം ഇതുപോലെ ഞാൻ ഫ്രണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ ജസ്റ്റ് സെൻറ്ററിൽ നമ്മുടെ ഫോം ഫ്ലവറും 2 സൈഡിൽ സിൽവറിലെ 2 ഫ്ലവറും വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം അടുത്ത 2 സൈഡിൽ ഇത് ഫുള്ള് ഫോം ഫ്ലവർ ആണെങ്കിൽ അതായാലും മതി. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഞാൻ നമ്മുടെ പോളൻ പോലെ ചെയ്തു. അത് ഞാൻ ബീഡ്സിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. ആ ബീഡ്സിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ആദ്യം ആവശ്യത്തിനുള്ള വയറെടുക്കുക, അതിനെന്ത് ചെയ്യുക, മടക്കുക, സെൻറ്ററിലേക്ക് ഒരു ബീഡിട്ടു, അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഓരോ പോർഷനുണ്ട്. ആ ഓരോ പോർഷനിലും ഓരോ ബീഡിട്ട് ട്വിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സൈഡിലേക്ക് ഇട്ടു. ഇനി അടുത്ത സൈഡിലേക്ക് ഒരു ബീഡ്സ് കൂടെ കൊടുക്കുക. ഇത് സ്ഥിരം ചെയ്യുന്നവർക്കൊക്കെ അറിയാം, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത സൈഡിലേക്കും ഒരു ബീഡിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം സെൻറ്ററിൽ എന്ത് ചെയ്യുക, രണ്ടും കൂടെ ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഓരോ സൈഡിലും ഓരോ ബീഡ്സ് കൂടെ ഇട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ സാധാ പോളൻസ് വെച്ച് കൊടുത്താലും മതിയാവും. അത് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. നോക്കി ഇതുപോലെ ബീഡ്സ് ഞാൻ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗോൾഡ് കൊടുക്കാം, നമുക്ക് ക്രിസ്റ്റൽസിൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കാം, ക്രിസ്റ്റൽ കൊടുക്കാം, കുഞ്ഞു ബീഡ്സും ഒക്കെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. കളർഫുള്ളായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ലാവൻഡർ കളറും ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഞാനതുകൊണ്ട് വൈറ്റ് കൊടുത്തു. എന്നിട്ട് ഇനി ആ 2 സൈഡിലേക്കും ജസ്റ്റ് ഞാനൊന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം, ഞാൻ ഈ ഫ്ലവർ വെച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്താലും മതി നിങ്ങൾ ചെയ്യുമ്പോൾ.
അതിൻ്റെ എഡ്ജ് ആവശ്യത്തിനുള്ള ലെങ്ത് രണ്ടും ഒരുപോലെ ആക്കിയതിന് ശേഷം ഫിക്സ് ചെയ്യുക. അടുത്ത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. വെക്കുമ്പോൾ അതങ്ങ് പ്രസ്സായി ഇരുന്നോളും, ഇളകിയൊന്നും പോകത്തില്ല. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഭംഗിയായില്ലേ, കുറച്ചുകൂടെ ഒരു എടുത്ത് നിൽക്കുന്നില്ലേ? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ അവസാനം ചെയ്യുന്ന ഈ പൊടിക്കഴികളെന്ന് അറിയത്തില്ലേ, അതൊക്കെ തന്നെയാണ് ഏറ്റവും മനോഹരമാക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നറിയാമോ, പുറകിൽ ഈ അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഇല്ലാതെയാണ് ഫിക്സ് ചെയ്തത്. ഇത് ഇളകി വരാതിരിക്കാനായിട്ട് നമ്മളുടെ ബാലൻസ് ഉള്ള റിബണില്ലേ, അതിന് കുറച്ച് ഗ്ലൂ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ അകത്തൂടെ ആക്കി എടുക്കുക. അതിനുശേഷം ബാലൻസ് കട്ട് ചെയ്യണം. ഈ തീരെ എഡ്ജിൽ വരൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ലൈറ്റർ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ആ ലൈറ്റർ ആകുമ്പോൾ അവിടെ ഒന്ന് ഉരുകും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടോ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി. നോക്കി, വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.